നമ്മൾ ശരിക്കും പ്രിലിംസ് മെയിൻസ് എന്ന് രണ്ടായിട്ട് തരംതിരിച്ചു. അപ്പോൾ ഡെയിലി ഞാനൊരു 20 MCQ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. 2-3 ആൻസേഴ്സ് എഴുതി എൻ്റെ മെൻറ്റേഴ്സിന് അയച്ചു കൊടുക്കും. മെൻറ്റേഴ്സ് എനിക്ക് ഫീഡ്ബാക്ക് വൈകുന്നേരം തരും. അടുത്ത ദിവസം അതനുസരിച്ച് ഞാൻ പ്രിപ്പറേഷൻ നടക്കും. അപ്പോൾ ഡെയിലി MCQ സോൾവിങ്ങും ഉണ്ട്, ഈ പറയുന്ന ആൻസർ റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ് എസെൻഷ്യൽ കാര്യങ്ങൾ അവിടെ നടന്നു പോകുന്നുണ്ട്. അതായത് നമ്മളൊരു മോശം അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. വേരി വിത്ത് ഡേ ആണ്. അതായത് ഇപ്പം മൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മൺഡേ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ അന്ന് രാവിലെ ഒരു 8:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ 8:30 ഇറങ്ങുന്ന സമയത്തേക്ക് അപ്പം രാവിലത്തെ പഠിത്തം വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്നിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ ഇന്നൊരു 10 MCQ 2 ആൻസർ, എന്നിട്ട് ആ രീതിക്ക് പ്ലാൻ ചെയ്യും. വൈകുന്നേരം കുറച്ച് കൂടുതൽ സമയം എടുത്ത് ഒരു 10-11 മണി വരെ ഇരുന്ന്, ഒരു ജോലി സ്ഥലം 5 മണിക്ക് കഴിയും. അതിനുശേഷം ഒരു 6-7 മണി തൊട്ട് ജസ്റ്റ് പഠിച്ചു തുടങ്ങും. ഫോക്കസ് ചെയ്ത് 6 മണിക്കൂറാണ്. രാവിലെ ഒരു 3 hours നോക്കും, ഈവനിങ് 3 hours. ഇപ്പോൾ രാവിലെ 3 hours പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് അതും കൂടെ ചേർത്ത് കോമ്പൻസേറ്റ് ചെയ്യും. ഞാൻ ഫോക്കസ് ചെയ്ത ടൈമിൻ്റെ അപ്പുറത്തേക്ക് സിലബസിലെ കാര്യങ്ങൾ കവർ ചെയ്യാനും MCQ സോൾവ് ചെയ്യാനും ആൻസർ റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എന്തോരം പഠിച്ചു എന്നുള്ളതല്ല, UPSCക്ക് വേണ്ട എസെൻഷ്യൽ ആൻസർ റൈറ്റിംഗ് MCQ സോൾവിംഗ് ആണ്. അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന രീതിയിലാണ് പഠിച്ചത്.